നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്, ഞാൻ മുൻപൊരു ദിവസം വിളക്ക് കൊളുത്തുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര തിരിയിട്ട് കൊളുത്തണം, ഏത് ദിശയിലേക്ക് കൊളുത്തി വെക്കണം, എങ്ങനെയാണ് കൊളുത്തി വരേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഭഗവാന്റെ വിഗ്രഹം വെക്കുമ്പോൾ ഏത് ദിശയിലേക്ക് തിരിച്ചു വെക്കണം, പിന്നെ പൂജാമുറിയൊക്കെ സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു പൂജാമുറിയിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പറയാൻ പോകുന്നതേ, നമ്മൾ നാമം ചൊല്ലാനായിട്ട് ഇരിക്കുമ്പോൾ ഏത് ദിശയിലേക്ക് തിരിഞ്ഞിരുന്നിട്ട് വേണം നാമം ചൊല്ലാനായിട്ട്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇതൊരു ഭക്തയ്ക്ക് ഉണ്ടായ സംശയമാണ് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള ഭഗവാനോട് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ പാലിക്കേണ്ട കുറേ കാര്യങ്ങൾ, ഇതേപോലുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി അത് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ടാണ് ഒരു സന്തോഷം തോന്നുക. ശരിക്കും ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പ്രായമായ മുത്തശ്ശിമാർ ഇവരൊക്കെയാണ് പറഞ്ഞു തരിക. ആ ഒരു ശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അവരാണ്, അതായത് അടുത്ത തലമുറയിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഈ അണുകുടുംബ വ്യവസ്ഥിതിയിലേക്ക് മാറിയപ്പോൾ എല്ലാ വീട്ടിലും ഒരു മുത്തശ്ശി എന്ന് പറയണത് അതങ്ങനെ അത്രയ്ക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. അപ്പോൾ അവരിൽ നിന്ന് ലഭിക്കേണ്ട അറിവുകൾ അത് ലഭിക്കാതെ വരുമ്പോഴാണ് നമ്മുടെ അടുത്ത് നിന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നല്ല സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. എല്ലാം ഒന്നും എനിക്കറിയാറില്ല. ഞാനും ഇതേപോലെ തന്നെ റെഫർ ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രായമായവരുടെ ചോദിച്ച് എൻ്റെ ഗുരുനാഥരുടെ അടുത്ത് ചോദിച്ചിട്ടൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് പറയണത്. പക്ഷെ അത് പറഞ്ഞു തരുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വലിയ സന്തോഷമാണ്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ വിളക്ക് വെക്കുന്ന സമയത്ത് ശുക്രൻ വന്നിട്ടിരിക്കും നാമം ചൊല്ലാനായിട്ട്. അപ്പൊ കുഞ്ഞാവയും വന്നിട്ടിരിക്കും. കുഞ്ഞാവ വന്നിരിക്കുന്നത് കളിക്കാൻ വേണ്ടിയിട്ടാ, അതിനറിയില്ലല്ലോ, എന്നാലും അത് വന്നിരിക്കും. അപ്പോൾ ഈ നമ്മൾ ഒരു മുതിർന്നവർ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് കുട്ടികൾ അത് പാലിക്കുക. അപ്പൊ അടുത്ത തലമുറയിലേക്കും അത് വരും. അപ്പോൾ ഓരോരുത്തർ ഓരോ സംശയങ്ങളായിട്ട് ചോദിക്കുമ്പോൾ അവരത് ചെയ്യും, അവരുടെ അടുത്ത തലമുറയിലേക്കും കൂടെ അത് പകർന്നു കൊടുക്കും. അപ്പൊ അതൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ പറയാനായിട്ടും ഒരു ഇഷ്ടമുള്ളത് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. നാമം ചൊല്ലാനായിട്ട് ഇരിക്കുമ്പോൾ ഏത് ദിശയിലേക്ക് തിരിഞ്ഞിരുന്നിട്ട് വേണം ചൊല്ലാനായിട്ട്. പിന്നെയും കുറച്ച് സംശയങ്ങൾ കൂടെ ഭക്തരുടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലേക്കൊക്കെ കടക്കാം. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറയാം കേട്ടോ. ഇന്നലെ ഗുരുവായൂരപ്പനെ മുരളീധരനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓടക്കുഴയിലെ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് പിടിച്ച് നിൽക്കുകയാണ്. ഓടക്കുഴയിൽ ഇങ്ങനെ ഊതാനായിട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ, ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. കാലൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്, അതൊക്കെ നേരത്തെ കൂട്ടി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഭഗവാന്റെ ഓടക്കുഴൽ നാദം കേൾക്കാനായിട്ട് നിരവധി പേരാണല്ലോ എത്തിയിരിക്കുന്നത്. അത് കേൾക്കാനായിട്ട് അതിൽ മുഴുകി നിൽക്കാനൊക്കെ ആയിട്ടാണ് ഭക്തരെത്തുക. അപ്പൊ അത് ഭഗവാനും അറിയാം. അപ്പൊ എല്ലാവരും വന്നോളൂ, ഞാനിത് അവിടെ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്, എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ഓടക്കുഴൽ വായിക്കാം എന്നുള്ള ഒരു ഭാവം ഉണ്ടല്ലോ. അതേ ഭാവത്തോട് കൂടിയിട്ടാണ് ഭഗവാൻ ഈ ഓടക്കുഴൽ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് തയ്യാറായി നിൽക്കുന്നത് കേട്ടോ, വേണുഗാനം പൊഴിക്കാനായിട്ട്. അങ്ങനെ ഒരു അലങ്കാരമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. നല്ല കൗതുകത്തിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരം തന്നെയായിരുന്നു. ഒരു തിരുമുടിമാല ഉണ്ടായിരുന്നു ഭഗവാനെ, നന്ദ്യാർവട്ടപ്പൂക്കളും തെച്ചിപ്പൂക്കളും കൊണ്ട് കോർത്തിട്ടായിരുന്നു. പിന്നെ രണ്ട് ഉണ്ടമാലയുണ്ട്. ഒരെണ്ണം, അതായത് ആദ്യത്തേത് ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ ചുവപ്പ് വെള്ള ചുവപ്പ് വെള്ള, അതായത് തെച്ചി നന്ദ്യാർവട്ടം തെച്ചി നന്ദ്യാർവട്ടം അങ്ങനെയാണ് കോർത്തിരിക്കുന്നത്. പിന്നെ ഒരെണ്ണം താമരമാലയായിരുന്നു കേട്ടോ. താമരയുടെ ഇതൾ കൊണ്ട് താഴേക്ക് എത്തുമ്പോൾ കുറച്ച് തുളസിയും കൂടെ കോർത്തിട്ടുണ്ട്. അതിന് നടുക്കാണ് നമ്മുടെ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. പൊന്നിൻ്റെ കിരീടമൊക്കെ ചൂടിയിട്ടുണ്ട്, നെറ്റിയിലൊരു ഗോപി തിലകം, വലിയ കാതുപൂക്കൾ. നല്ല സന്തോഷമുണ്ട് ഭഗവാന്റെ മുഖത്ത് കേട്ടോ. എല്ലാവരും ഭഗവാനെ കാണാനായിട്ട് വരികയാണല്ലോ, ഈ ഓടക്കുഴൽ നാദം കേൾക്കാനായിട്ട് വരികയാണല്ലോ, അതൊക്കെ ആസ്വദിക്കാനായിട്ട് അതിൽ ലയിക്കാനായിട്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു സന്തോഷം ഭഗവാന്റെ മുഖത്ത് കാണാനും ഉണ്ടായിരുന്നു കേട്ടോ. മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്, കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. രണ്ട് കുഞ്ഞി കൈകൾ കൊണ്ടും ആ പൊന്നോടക്കുഴൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ, ഓടക്കുഴൽ വിളിക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അരയിൽ പട്ടുകോണൊക്കെ അതൊക്കെ നന്നായി കാണാനുണ്ട്. അരയിൽ കിങ്ങിണി അതും നന്നായി കാണാനുണ്ട്. കുഞ്ഞി കാലുകളിങ്ങനെ പിണച്ച് വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്, കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ട്. അങ്ങനെ മനോഹരമായിട്ട് തന്നെയാണ് ആ നിൽപ്പും, അതും കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. ഈ കാലുകളൊക്കെ പിണച്ച് വെക്കുന്നത് എപ്പോഴാ, ഇപ്പം ഞാൻ ഓടക്കുഴൽ വിളിക്കും അങ്ങനെ തയ്യാറായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണല്ലോ. അതേ രൂപത്തിൽ അതേ ഭാവത്തിൽ. അപ്പം എല്ലാവരും
ഭഗവാന്റെ ആ മുരളീധരനായിട്ട് നിൽക്കുന്ന ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടോളൂ, നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ. ഭഗവാന്റെ പാദങ്ങളിലെ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ നമ്മുടെ മുരളീധരനായിട്ട് നിൽക്കുന്ന പൊന്നുണ്ണീനെ തൊഴുതു നമസ്കരിച്ചിട്ട് നേരെ എത്തിയിരിക്കുന്നത് ഗണപതിയുടെ അടുത്താണ് കേട്ടോ. ഗണപതിക്ക് ഒരു ബ്രൗൺ നിറത്തിലായിരുന്നു ഉടയാട ഉണ്ടായിരുന്നത്. അതിൽ നിറയെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഉടയാട മുഴുവനായിട്ടുള്ള സ്വർണ്ണ നിറമല്ല കേട്ടോ, അതിന്റെ അരികത്തിലൊക്കെ നല്ല സ്വർണ്ണ നിറത്തിൽ ഇങ്ങനെ ലേസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ആ നടുവിലൊക്കെ ആയിട്ട്. അപ്പൊ ഒരു പ്രത്യേക ഭംഗിയുണ്ട്, അത് നന്നായി എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ഡിസൈൻ. പിന്നെ നല്ല തിളക്കം, സ്വർണ്ണ തിളക്കം തന്നെ. തുമ്പിയിൽ ഒരു സ്വർണ്ണപ്പൊട്ട്, തുമ്പി ഇങ്ങനെ മടക്കി ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ മടക്കി പിടിച്ചിട്ടുണ്ട്. ഒരു സ്വർണ്ണപ്പൊട്ട് വെച്ചിട്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണപ്പൊട്ട്, കിരീടത്തിന്റെ മുകളിൽ ഒരു സ്വർണ്ണപ്പൊട്ട്. പിന്നെ ഈ കഴുത്തിൽ മൊത്തം സ്വർണ്ണപ്പൊട്ടുകളാണ് മാലയ്ക്ക് പകരമായിട്ട്. ഈ കഴുത്തിൽ മാത്രമല്ല കേട്ടോ, ഈ ശിരസിന്റെ സൈഡിലൊക്കെ ആയിട്ട് സ്വർണ്ണപ്പൊട്ടുകളുണ്ട്. ഒരു മാല പോലെ ഒരു നെറ്റിത്തരത്തിലൊരു മാല ഉണ്ടല്ലോ ചുവന്ന കല്ലുള്ളത്, അത് പിന്നെ ആ ഒരു കുഞ്ഞു സ്വർണ്ണപ്പൊട്ട് മുകളിലും വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്വർണ്ണ പൊട്ടുകളാണ് ഇന്നലെ ധാരാളമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നല്ല തിളക്കുണ്ടാവും, ആ വിളക്കിന്റെ ശോഭയിലൊക്കെ നന്നായിട്ട് തിളങ്ങുന്നുണ്ടായിരുന്നു ഗണപതി. നല്ല ഭംഗിയുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ. ഗണപതിയുടെ ആ രൂപമൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്തമിട്ടോളൂ. ഇനി നമുക്ക് ഭഗവതി അമ്മേനെ കാണാനായിട്ട് പോകാം കേട്ടോ. ഭഗവതി അമ്മ നന്നായി അണിഞ്ഞൊരുങ്ങി നല്ല പ്രൗഢിയോട് കൂടിയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷം തോന്നും. നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്ന ഒരു ഭഗവതി, അത്രയും ശക്തി സ്വരൂപിണിയായിട്ടുള്ള ഒരു ഭഗവതി. അങ്ങനെയാണോ തോന്നിയത്. ചുവന്ന നിറത്തിലാണ് ഒരു ഉടയാട ഉണ്ടായിരുന്നത്. അതിൽ നിറയെ സ്വർണ്ണത്തിനുള്ള പൊട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് മഞ്ഞ ഉടയാടയുടെ ഭാഗം കൂടെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. 2 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ കുഞ്ഞു സ്വർണ്ണപ്പൂക്കൾ ഇങ്ങനെ കോർത്തെടുത്ത പോലത്തെ ഒരു മാലയുണ്ട്. പിന്നെ ഒരു മുല്ലമുട്ട് പോലത്തെ വേറൊരു മാലയുണ്ട്. ചുണ്ടൊക്കെ നന്നായിട്ട് ചുവപ്പിച്ചിട്ടാണ് ഭഗവതി അമ്മ. കാതുകളിലെ സ്വർണ്ണപ്പൂക്കളാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നെറ്റിയിലെ പൊട്ട് ഒരു ഗോപി പൊട്ടാണ്, അത് ചാർത്തിയിരിക്കുകയാണ് കേട്ടോ, ഒട്ടിച്ച് വെച്ചതല്ല. ഈ വെളുത്ത നൂല് കൊണ്ടും അതിൻ്റെ ഉള്ളിലൊക്കെ ഡിസൈൻ ചെയ്തിട്ട് ഒരു ഗോപി പൊട്ട് അങ്ങനെയാണ് നെറ്റിയിൽ ചാർത്തിയിരിക്കുന്നത്. പിന്നെ കിരീടത്തിന്റെ മുകളിൽ അത്രയും മനോഹരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു അലങ്കാരമാണ്. വലിയൊരു കിരീടമാണ്, സ്വർണ്ണ നിറത്തിലുള്ള കിരീടം. അതിങ്ങനെ തട്ടുകൾ പോലെയാണ്. അപ്പോൾ ഓരോ തട്ടിന്റെ അവിടെയും ഇങ്ങനെ പട്ടുകൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ സ്വർണ്ണ പൊട്ടുകളും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞ ചുവപ്പ് പട്ടുമുണ്ട്, സ്വർണ്ണ പൊട്ടുമുണ്ട്. പിന്നെ അത് കൂടാതെ കിരീടം തുടങ്ങുന്ന ഭാഗത്തൊക്കെ സ്വർണ്ണ ഗോപികളോ വെച്ചിരിക്കുന്നത്. അപ്പൊ കിരീടത്തിന് മുകളിലാണ് ഏറ്റവും കൂടുതൽ അലങ്കരിച്ചിരിക്കണതെന്ന് തോന്നി. അത്ര മനോഹരമായിരുന്നു കിരീടം. അപ്പൊ എല്ലാം കൂടി കാണുമ്പോൾ ഒരു എടുപ്പ്, ഒരു പ്രൗഢി, അതൊക്കെ ഭഗവതി അമ്മേനെ നോക്കുമ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെയായിരുന്നു ഭഗവതി അമ്മയുടെ ഇന്നലത്തെ അലങ്കാരം. എല്ലാവരും ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഭഗവതി അമ്മയ്ക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി അയ്യപ്പനെ കാണാൻ പോകാം. അയ്യപ്പന് ഒരു കറുപ്പ് നിറത്തിലാണ് ഉടയാടി ഉണ്ടായിരുന്നത്. സ്വർണ്ണ കസവുകളോടൊക്കെ കൂടിയിട്ടുള്ള ഒരു ഉടയാടി. കഴിഞ്ഞ 3 ദിവസങ്ങളിലും ഇതേപോലെയുള്ള ഉടയാടി തന്നെയായിരുന്നു കേട്ടോ, കറുപ്പിൽ സ്വർണ്ണത്തിന്റെ ഡിസൈനായിട്ട്. പിന്നെ മാലകൾക്ക് പകരമായിട്ട് ഗണപതിക്ക് ഉണ്ടായിരുന്നില്ലേ, അതേപോലെ തന്നെ സ്വർണ്ണ പൊട്ടുകളും പൂക്കളും ഒക്കെ വെച്ചിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഈ കഴുത്തിന്റെ ഭാഗത്താണെങ്കിലും അതായത് കിരീടത്തിന്റെ ഭാഗത്താണെങ്കിലും നിറയെ തിളക്കം. പിന്നെ കാതിലും അതെ സ്വർണ്ണപ്പൂക്കളാണ്. ചെറിയൊരു സ്വർണത്തിന്റെ ഒരു വട്ടത്തിലുള്ള ഒരു പൊട്ട് അത് നെറ്റിയിലും വെച്ചിട്ടുണ്ട്. നല്ല അലങ്കാരമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്, നല്ല തിളക്കവും. അങ്ങനെയായിരുന്നു സ്വർണ്ണ പൊട്ടുകൾ കൊണ്ടും പൂക്കൾ കൊണ്ടും ഒക്കെ ആയിട്ട് ആ ഒരു വിളക്കിന്റെ ശോഭയിൽ അയ്യപ്പൻ നന്നായിട്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. അപ്പം അതായിരുന്നു അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അയ്യപ്പൻ്റെ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. KZ സച്ചു, ഇതാണ് ആ ID-യുടെ പേര്. അതിൽ നിന്ന് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. വൈകുന്നേരം എവിടേക്ക് നോക്കിയിരുന്നിട്ടാണ് നാമം ചൊല്ലേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈകുന്നേരം ആണെങ്കിൽ പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കിയിരുന്നിട്ട് വേണം നാമം ചൊല്ലാനായിട്ട് കേട്ടോ. എന്നാലും ഇത് അത്രയേ ഉള്ളൂ അതിൻ്റെ ഉത്തരം. എന്നാലും പൊതുവായിട്ടൊന്നും നമുക്ക് പറയാം. ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ ഒന്നുമില്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് ഭഗവാനോ വിളക്കോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലം, ഭഗവാൻ പൂജാമുറിയിലായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലക്കിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം നമ്മളിരിക്കുന്നത് നമ്മുടെ ഉമ്മറത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രോയിങ് റൂം ഏതെങ്കിലും സ്ഥലത്താണ്. ഇത് ഭഗവാനോ വിളക്കോ ഒന്നും അവിടെ ഇല്ല. അങ്ങനെ ഒരു സ്ഥലത്തിരുന്നിട്ടാണ് നമ്മൾ നാമം ചൊല്ലുന്നതെന്ന് വെച്ചാൽ രാവിലത്തെ സമയമാണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക, വൈകുന്നേരത്തെ സമയമാണെങ്കിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുക. ഇനിയിപ്പോൾ ഇതൊന്നും അല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ എവിടേക്ക് തിരിഞ്ഞിരിക്കണം? വടക്കോട്ട് തിരിഞ്ഞിരുന്നിട്ട് നാമം ജപിക്കണം. അങ്ങനെയാണ് പറയാറുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഭഗവാനൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തിരുന്നിട്ട് നമുക്ക് സൗകര്യം എവിടെയാണോ അവിടെ ഇരുന്ന് നാമം ചൊല്ലുക. ഇപ്പം നമ്മുടെ ബെഡ്റൂമിൽ ഇരുന്നിട്ട് നാമം ചൊല്ലുന്ന അതൊന്നും വിരോധമില്ല. നമുക്ക് നാമം ചൊല്ലുക എന്നുള്ളതാണ് പ്രധാനം. അത് ഭഗവാന്റെ മുന്നിലാണെങ്കിൽ ഭഗവാനെ കണ്ടുകൊണ്ട് ചൊല്ലാം, അത്രയേ ഉള്ളൂ. അപ്പം അല്ലാത്ത സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോഴത്തെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. ഇനി നമ്മൾ ഇരിക്കുന്നത് പൂജാമുറിയിലാണെന്ന് വിചാരിക്കാം.
അപ്പോൾ അവിടെ ഭഗവാൻ ഉണ്ടായിരിക്കും. ഭഗവാൻ ഇപ്പോൾ കിഴക്കോട്ട് ദർശനമായിട്ട് ഏതെങ്കിലും ദിശയിലേക്ക് ദർശനമായിട്ടായിരിക്കും ഭഗവാനെ വെച്ചിട്ടുണ്ടായിരിക്കുക. ഏത് ദിശയാണെങ്കിലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ എവിടേക്ക് നോക്കിയിരുന്നാലും നമ്മൾ ഭഗവാൻ അഭിമുഖമായിട്ടിരിക്കുക. നമ്മൾ ഭഗവാന്റെ മുഖത്ത് നോക്കിയിരുന്നിട്ട് നാമം ചൊല്ലുക. അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ ദിശയൊന്നും നോക്കണ്ട, സമയവും നോക്കണ്ട. ഏത് സമയത്തും, ഇപ്പോൾ രാവിലെയാണോ വൈകിട്ടാണോ ഇപ്പോൾ ഉച്ച സമയത്താണോ അപ്പോൾ ഏത് സമയമാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഭഗവാൻ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിയിട്ടിരുന്ന് വേണം നാമം ചൊല്ലാനായിട്ട്. അങ്ങനെയാണ് പറയാറുള്ളത് കേട്ടോ. പിന്നെ ചിലര് ഇപ്പോൾ വിളക്ക് ഉമ്മറത്തൊക്കെ കൊണ്ടുപോയിട്ട് വെക്കും. അങ്ങനെ വെക്കുന്നവരുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഇപ്പോൾ കിഴക്കോട്ട് ദർശനമായിട്ടുള്ള വീടാണ് എന്ന് വിചാരിക്കുക. വിളക്കുമർത്ത് കൊണ്ടുപോയി വെക്കുമ്പോൾ 2 ദിശയിലേക്ക് തിരിയിട്ടിട്ടാണല്ലോ വെക്കുക. കിഴക്കും പടിഞ്ഞാറുമായിട്ട് 2 ദിശയിലേക്ക് തിരിയിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പോയിരുന്നിട്ട് നാമം ചൊല്ലും. അവിടെ ഇരുന്ന് നാമം ചൊല്ലുന്നവരുണ്ട്. അതും ഇതേപോലെ തന്നെ രാവിലെ വെക്കുന്നവരുണ്ടെങ്കിൽ രാവിലെ കിഴക്കോട്ട് നോക്കിയിരുന്നിട്ട് ചൊല്ലുക. വൈകുന്നേരം വെക്കുന്നവരാണെങ്കിൽ വൈകുന്നേരം പടിഞ്ഞാറോട്ട് നോക്കിയിരുന്ന് ചൊല്ലുക. കാരണം സൂര്യനാണ് നമ്മുടെ പ്രത്യക്ഷ ദൈവം. അപ്പോൾ സൂര്യന് അഭിമുഖമായിട്ട് ഇരുന്ന് വേണം നാമം ചൊല്ലാനായിട്ട് എന്നും കൂടെ പറയാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് രാവിലത്തെ സമയത്ത് കിഴക്കോട്ട് നോക്കണമെന്നും വൈകിട്ടത്തെ സമയത്ത് പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കണം എന്നും കൂടെ പറയണത്. ഇനി ഇതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ വടക്കോട്ട് നോക്കിയിരുന്നിട്ട് നാമം ചൊല്ലാം. അപ്പം ഇതാണ് പൊതുവായിട്ട് നാമം ചൊല്ലാനിരിക്കുന്ന ആ ഒരു ദിശയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരുവിധം എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. എന്നിരുന്നാലും സംശയമുള്ളവർക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതനുസരിച്ചിട്ട് നാമം ചൊല്ലുക. നാമം ചൊല്ലുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് നമ്മൾ ചൊല്ലുക, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് കുഞ്ഞുങ്ങളെ ഒപ്പം ഇരുത്തിയിട്ട് ചൊല്ലിപ്പിക്കുക. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതുമായിട്ട് സെറ്റാവും. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നതിന് മുന്നേ അവർ വന്നിട്ടിരിക്കും. അങ്ങനെയാണ്. എന്നിട്ട് നാമം ചൊല്ലുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നാമം ചൊല്ലുന്നത് ഒരു ശീലമായിട്ട് മാറ്റിയെടുക്കുക കേട്ടോ. അടുത്തത് ശൈല വിപിൻ ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ. ഭദ്രകാളിപ്പത്തിനെ കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭദ്രകാളിപ്പത്ത് എന്ന് പറഞ്ഞതേ ഭദ്രകാളിയെ സ്തുതിക്കുന്ന 10 ശ്ലോകങ്ങളാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ശ്ലോകങ്ങളാണ് കേട്ടോ. അത് നിത്യേന ചൊല്ലാം. അത് 10 ശ്ലോകങ്ങളാണെന്ന് പറഞ്ഞല്ലോ. നമുക്ക് സാധാരണ ചൊല്ലാവുന്നതേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ അത്. അപ്പോൾ നമ്മൾ സഹസ്രനാമമൊക്കെ ചൊല്ലുന്ന പോലെ, അല്ലെങ്കിൽ വൈകിട്ട് നമ്മൾ രാവിലെയോ വൈകിട്ടോ വിളക്ക് കൊളുത്തുന്ന സമയത്ത് കുളിച്ച് ശുദ്ധിയായിട്ട് വന്നിട്ട് ചൊല്ലാം. അപ്പം നമ്മുടെ വീട്ടിലിരുന്നിട്ട് ചൊല്ലാം, അല്ലെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ചൊല്ലാം. അങ്ങനെയൊക്കെ ചൊല്ലാൻ സാധിക്കുന്ന ശ്ലോകങ്ങളാണ് കേട്ടോ. ഭദ്രകാളി ഉപാസകർക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരിക്കും. അതായത് ഭഗവതിയുടെ രൗദ്രഭാവമാണ് കാളിക്ക്. എന്നിരുന്നാൽ കൂടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് മാതൃവാത്സല്യാണെന്നാ പറയാ. അപ്പൊ എന്ത് പ്രശ്നങ്ങൾ നമുക്കുണ്ടോ അതിനൊക്കെ അവിടെ പരിഹാരം ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ അമ്മമാര് അല്ലെങ്കിൽ മുത്തശ്ശിമാര് ഇവരുടെ അടുത്തൊക്കെ എന്തെങ്കിലും പ്രശ്നമായിട്ട് സമീപിച്ചു കഴിഞ്ഞാലേ അവർക്ക് അതിനുള്ള കൃത്യമായിട്ടുള്ള പരിഹാരം തരാനായിട്ട് പറ്റും. അവർക്ക് അതിനുള്ള അറിവും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെയാണ് ആ രൗദ്രഭാവം, അതായത് 8 കൈകളോട് കൂടിയിട്ടൊക്കെയാണ് നമ്മൾ അനുഗ്രഹിക്കുക. കാണുമ്പോൾ പേടിയാവുമെങ്കിൽ കൂടിയിട്ട് നമുക്ക് അമ്മമാരുടെ സ്നേഹമാണ് നൽകുക. അതുകൊണ്ടാണ് എന്ത് പ്രശ്നത്തിനും അവിടെ പരിഹാരം ഉണ്ടെന്ന് പറയുന്നത്. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരെ, അതുപോലെ പലതരത്തിലുള്ള സങ്കടങ്ങൾ അനുഭവിക്കുന്നവരെ, പിന്നെ വീട്ടിലെ കലഹമുണ്ടാകുക, അതേപോലെ തന്നെ നമ്മൾ സമ്പാദിച്ച പണമൊക്കെ ഇങ്ങനെ അതായത് ന്യായമായ രീതിയിൽ സമ്പാദിച്ച പണമൊക്കെ ചോർന്നു പോകുക, പിന്നെ അനാവശ്യമായിട്ടുള്ള ദേഷ്യം, കോപം, അങ്ങനെയൊക്കെയുള്ള ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അത് മൃത്യുഭയം, അതായത് മരണത്തിന് ഭയം ഉണ്ടാകുക, അല്ലെങ്കിൽ വെറുതെ ഒരു കാരണവുമില്ലാതെ മനസ്സിന് ഭയം ഇങ്ങനെ അലട്ടുക, അങ്ങനെയൊക്കെ എന്തിനും അവിടെ ആശ്രയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഭദ്രകാളിപ്പത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനൊരു ധൈര്യമാണ് ലഭിക്കുക. അത് ആ ശ്ലോകം ചൊല്ലിയിട്ട് അവസാനം അതിൻ്റെ ഫലശ്രുതി പറയുന്ന ഭാഗത്തിന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ഭദ്രകാളിപ്പത്ത് ഭക്തിയോട് കൂടിയിട്ട് ഭദ്രാലയെ ജപേൽ ജപം എന്ന് അവർ പറയണത്. അതായത് അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ, അതായത് ഓതുവോർക്കും ശ്രവിപ്പോർക്കും എന്നാ പറയണത്. അതായത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും അതിന്റെ ഫലം കിട്ടും. പ്രാപ്തമാം സർവമംഗളം എന്നാണ് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എല്ലാ തരത്തിലുള്ള മംഗളം, അത് ശുഭമാണ് അവിടെ, എന്തും നല്ലതാണ് അവിടെ വരിക. അപ്പൊ ഒന്ന് പറയണമെന്ന് അതിന്റെ ഫലത്തിൽ തന്നെ പറയണത് അത് ചൊല്ലുന്നവർക്ക് മാത്രമല്ല കേൾക്കുന്നവർക്കും അതിന്റെ ഫലം ലഭിക്കുന്നതാണ് പറയണത്. അപ്പൊ ചൊല്ലാൻ അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ, അതിന് പുസ്തകത്തിലൊക്കെ അത് അവൈലബിൾ ആണ്. അത് കേൾക്കുക,
വെറുതെ അത് രാവിലെയൊക്കെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കേൾക്കുക. അത് പ്ലേ ചെയ്യുമ്പോൾ കുറേ കേട്ട് കഴിഞ്ഞാൽ നമുക്കത് കാണാതെ പറയാനായിട്ട് പറ്റും. അപ്പം നമുക്കതിനൊപ്പം ചൊല്ലാനായിട്ട് സാധിക്കും. അത് കേൾക്കുന്നവർക്കും കൂടെ അതിൻ്റെ ഫലമുണ്ട്. ഒരുവിധം എല്ലാതും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിലേക്ക് അത് എത്തുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അതിൻ്റെ ആ ഒരു പോസിറ്റീവ് എനർജി അത് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ശരീരത്തിലൊക്കെ അത് നിറയ്ക്കും. അപ്പോൾ തന്നെ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ എല്ലാത്തിനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം. അപ്പോൾ ആ പല രീതിയിലായിരിക്കും അതിൻ്റെ അനുഭവങ്ങളൊക്കെ നമുക്ക് ലഭിക്കുക. അപ്പോൾ ഭദ്രകാളിപ്പത്ത് എല്ലാവർക്കും ചൊല്ലാൻ സാധിക്കുന്ന ശ്ലോകങ്ങളാണ് കേട്ടോ. അത് ഭക്തിയോട് കൂടിയിട്ട് ചൊല്ലാം, അതാണ് പ്രധാനം. അപ്പോൾ ഭദ്രകാളിയുടെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകുന്നതാണ് പറയുക. ഇനി നമ്മുടെ ഒരു ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ. അത് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ അടുത്തൊരു പ്രാർത്ഥനയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് അപേക്ഷിക്കുന്നത് കേട്ടോ. ആ ചേച്ചിയുടെ മകൻ്റെ കൂടെ പഠിക്കുന്ന സുഹൃത്താണ്, +2 പഠിക്കുന്നത്. ആ കുട്ടി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു. എന്തിനാണ് ആ കുട്ടി ചെയ്തതെന്ന് പോലും ആർക്കും അറിയില്ല. അപ്പോൾ ഈ ചേച്ചിയുടെ മകനാണെങ്കിലോ പഠിക്കാനൊക്കെ ആയിട്ട് അവരുടെ വീട്ടിലേക്ക് പോകും, ഇങ്ങോട്ടും വരും. അപ്പോൾ അവർക്ക് നല്ല പരിചയമാണ്, അടുത്ത സുഹൃത്താണ്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു വിയോഗം ഉണ്ടായപ്പോഴേ ഈ കുട്ടിക്ക് ആകെ സങ്കടമായി. അതെങ്ങനെയാണ്, അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നമുക്ക് അങ്ങനെ തന്നെയാണ്, നമുക്ക് അടുത്തറിയാവുന്ന ആർക്കെങ്കിലും അങ്ങനെയൊക്കെ അപകടങ്ങൾ സംഭവിക്കുക, ഇതേപോലെ അവർ നഷ്ടപ്പെടുക ഒക്കെ ആകുമ്പോൾ അതൊന്നും ആർക്കും അങ്ങനെ ഉൾക്കൊള്ളാനായിട്ട് പെട്ടെന്ന് സാധിച്ചു ഒന്നും വരില്ല. അപ്പോൾ ഈ കുട്ടിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ പൊതുവെ പ്രശ്നങ്ങൾ ഇതേപോലെയുള്ള നമുക്ക് ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഭഗവാന്റെ അടുത്ത് ചോദിക്കുക. പല രീതിയിലാണ് ചോദിക്കുക. അപ്പോൾ ഭഗവാൻ അതിൻ്റെ നമുക്ക് ഉത്തരങ്ങൾ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും. അപ്പോൾ ഈ ചേച്ചി ചെയ്തതേ നാരായണീയം പകുത്തു നോക്കി. അപ്പോൾ കിട്ടിയത് പാലാഴി മഥനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് വോയിസ് നോട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നതാ, എന്താണ് അതിൻ്റെ അർത്ഥം, ഭഗവാൻ എന്താണ് നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നത്, പറയാനായിട്ട് ശ്രമിക്കുന്നത് എന്നാണ് ചോദിച്ചത്. കാരണം അത് ആ നേരത്തെ ചിന്തിച്ച് ആലോചിച്ച് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ആ ചേച്ചിയുടെ മനസ്സും ആകെ സങ്കടപ്പെട്ടിട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇത് പലരും വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വളരെ ദുഃഖം ഉണ്ടാക്കുന്നുള്ള അനുഭവങ്ങൾ പലരുടെയും വരാറുണ്ട്. ഇതേപോലെയുള്ള വിയോഗങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെയൊക്കെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ആ കുടുംബത്തിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ ആ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കുഞ്ഞിൻ്റെ അവരുടെ പേരൻസിൻ്റെ ഒക്കെ ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കൂ. എന്തിനാണ് തൻ്റെ മകൻ ഇങ്ങനെ ചെയ്തതെന്ന് അവർക്കറിയില്ല. അത് അന്വേഷണങ്ങളൊക്കെ തീർച്ചയായിട്ടും നടക്കുന്നറിയാം. എന്നിരുന്നാലും ആ ഒരു ആഘാതം അവരെ ഏൽപ്പിക്കുന്ന മുറിവ് അത് അത്രയും വലുതാണ്. അപ്പോൾ അവരുടെ മനസ്സിനൊരു ആശ്വാസം, ഒരു സമാധാനമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. അതേപോലെ തന്നെ ഈ ചേച്ചിക്കും മകനും വേണ്ടിയിട്ടും ഒന്ന് പ്രാർത്ഥിക്കുക, ആ കുട്ടിയുടെ മനസ്സൊക്കെ ഒന്ന് ശാന്തമാകാനായിട്ട് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന നിരവധി പേര് പിന്നെയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ നാരായണിയൊക്കെ പകുത്തു നോക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഭഗവാൻ നമുക്ക് ഉത്തരം പറഞ്ഞു തരാൻ വേറെ ആരും ഇല്ലാത്ത സമയത്ത് ഉള്ളപ്പോഴും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ ഭഗവാൻ. കൃത്യമായിട്ട് നമുക്ക് ഉത്തരം തരും. അപ്പോൾ പാലാഴി മഥനാണ് അവർക്ക് വന്നതെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നല്ലൊരു ലക്ഷണം, നല്ലൊരു കാര്യം ഭഗവാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം പാലാഴി കടഞ്ഞെടുക്കുകയാണ്, അവിടെ മഥനം ചെയ്യാണ്. അപ്പോൾ ആകെ ഇങ്ങനെ കലങ്ങി മറിഞ്ഞിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ അതിൻ്റെ അവസാനം ശാന്തമായിട്ട് അതിൽ നിന്ന് ലഭിക്കുന്നത് എന്താണ്? അമൃതാണ് ലഭിക്കുന്നത്. അപ്പോൾ ആ കുട്ടിക്കും മനസ്സിന് അങ്ങനെ ആകെ ഇങ്ങനെ കലുഷിതമായിട്ടിരിക്കുന്ന ഒരു മനസ്സായിരിക്കും. അപ്പോൾ സാരമില്ല, ഭഗവാൻ സമാധാനം നൽകും എന്ന് തന്നെയാണ് അവിടെ നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നത്. പിന്നെ കുട്ടിയുടെ അടുത്തത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിധിയാണ്, നമുക്കത് മാറ്റാനായിട്ടൊന്നും സാധിക്കില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ആയുസ് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ ഭഗവാൻ വിളിക്കും. ഇതൊക്കെ ഗുരുവായൂരപ്പൻ്റെ തീരുമാനങ്ങളാണ്. നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുക. പെട്ടെന്നൊന്നും ആർക്കും സാധിക്കില്ല. അപ്പോൾ നമ്മുടെ മനസ്സിനൊരു കരുത്ത് വേണം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഭഗവാനെ വിളിക്കുക. മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കരുത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ വിളിക്കുക, ഭഗവതി അമ്മേനെ വിളിക്കുക. അപ്പോഴൊക്കെ നമുക്ക് ആ ഒരു പവർ, നമുക്ക് എന്തിനേയും നേരിടാനുള്ള ഒരു ശക്തി കിട്ടും. സഹസ്രനാമൊക്കെ ചൊല്ലുക. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഭദ്രകാളിപ്പത്തിനെ കുറിച്ചിട്ട് വളരെ പവർഫുള്ളാണ്. അപ്പോൾ അതൊക്കെ ചൊല്ലുക, കേൾക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ അതിൻ്റെ ആ ഒരു പവർ ഉണ്ടല്ലോ, ആ ഒരു ചൈതന്യം, അതൊരു പ്രത്യേക ഫീലിംഗ് ആണ്, ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ ശരീരത്തിലും മനസ്സിലൊക്കെ നിറയ്ക്കുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ വേണ്ടാത്ത ചിന്തകൾ അല്ലെങ്കിൽ അസ്വസ്ഥമായിരിക്കുന്ന മനസ്സ്, ഇതിനൊക്കെ ഒരു പരിഹാരമാണ് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക, അത് കേൾക്കുക എന്നതൊക്കെ. അപ്പോൾ അങ്ങനെ സങ്കടപ്പെടുന്നവർക്കൊക്കെ എല്ലാവരും നന്നായിട്ട് ഭഗവാനെ വിളിച്ചോളൂ, നന്നായിട്ട് നാമം ചൊല്ലിക്കോളൂ കേട്ടോ. അടുത്തത് ഹരിനായർ എന്നൊരു ഭക്തൻ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. എഴുത്തച്ഛൻ്റെ ഹരിനാമ കീർത്തനം ആർക്ക് വേണമെങ്കിലും ചൊല്ലാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം ഉണ്ടല്ലോ, ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. കാരണം എഴുത്തച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഋതുവായ പെണ്ണിനും ഇരപ്പവനും ദാഹകനും
പതിതന്നു മഗ്നീയ ജനം ചെയ്ത ഭൂസുരനും. ഇത് ഹരിനാമ കീർത്തനം ആർക്കും അരുതാത്തതല്ലവർക്കൊക്കെ ചൊല്ലാം. ഋതുവായ പെണ്ണിനും പിരിച്ചായ സമയത്ത് പോലും ചൊല്ലാം എന്ന് എഴുത്തച്ഛൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ചൊല്ലിക്കൂടെ? അതാണ് പറയണത്, എഴുത്തച്ഛൻ്റെ ഹരിനാമ കീർത്തനം ആർക്ക് വേണമെങ്കിലും ചൊല്ലാം എന്നുള്ളത് കേട്ടോ. അതിന് വേറെ കൂടുതലായിട്ടൊന്നും പറയാനായിട്ടില്ല, അത് എഴുത്തച്ഛൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും ശ്ലോകങ്ങളൊക്കെ ചൊല്ലുന്ന സമയത്ത് അതിന്റെ ഫലശ്രുതി പറയൂലോ, അതാണ് അതിന്റെ ഫലം ലഭിക്കുന്നത്. അതേപോലെ അത് എഴുതിയ ആളുകൾ തന്നെ അതും പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും ചൊല്ലാന്ന്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഹരിനാമ കീർത്തനം ചൊല്ലാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ കരുതുന്നു. സംശയങ്ങളുള്ളവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി ഞാൻ പറഞ്ഞതിൽ കൂടുതലായിട്ട് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ അറിയാത്ത കാര്യങ്ങൾ, മുൻപ് പറയാത്ത സംശയങ്ങൾ, ചോദ്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടുത്ത ദിവസം വരാം. നാമജപം കൂടെ പറയാനായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 1,98,887 നാമങ്ങളാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് കേട്ടോ. അപ്പം എല്ലാവരും നാമം ചൊല്ലിക്കോളൂ. നാമം ചൊല്ലേണ്ടത് എവിടെയാണ് ഇരിക്കേണ്ടതെന്നൊക്കെ ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ നാമം ചൊല്ലിയിട്ട് എവിടെ രേഖപ്പെടുത്തണം എങ്ങനെയാണെന്ന് പലരും എപ്പോഴും ചോദിക്കുന്നുണ്ട് കേട്ടോ. നാമം നമ്മൾ ചൊല്ലുക, ഇഷ്ടമുള്ള നാമങ്ങൾ ചൊല്ലുക, നാരായണ നാമം ചൊല്ലാം, ഏത് വേണമെങ്കിലും ചൊല്ലുക. അത് എണ്ണുക, ഒന്നുകിൽ ഈ ടാലി കൗണ്ടർ അല്ലെങ്കിൽ ജപമാലയൊക്കെ വെച്ചിട്ട് എണ്ണുക, അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെയാണ് നാമജപം എഴുതേണ്ടത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ്. ഇനി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.